ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ഒരു പാലാടയാണ് ഉണ്ടാക്കുന്നത്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. हम पालाड़ा बनाने जा रहे हैं. केरला का एक डिश है. कैसे है दिखाएंगे. ഇത് 3 മണിക്കൂർ കുതിർത്ത് വെച്ച പച്ചരിയാണ്. 3 घंटा भिगो के रखा है अरवा चावल. पानी से निकाल देंगे. നമുക്കിത് വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റാം. 1 കപ്പാണ്. 1 കപ്പ് चावल है. 1 കപ്പ് പച്ചരിയാണ്. 1 കപ്പ് अरवा चावल है. एक मिक्सी का जार में डालना है. മിക്സിയുടെ ജാറിനകത്തൊക്കെ നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. 1 കപ്പിന് 2 കപ്പ് വെള്ളമാണ് നമുക്കിത് അരയ്ക്കാൻ വേണ്ടി വേണ്ടത്. 1 कप राइस के लिए 2 कप पानी चाहिए. നമുക്ക് കുറേശ്ശെ വെള്ളം എടുത്ത് അരയ്ക്കാം. थोड़ा थोड़ा पानी डाल के पीसना है. हम थोड़ा पानी डाला है. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. നമുക്ക് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുത്തിട്ടുണ്ട്. थोड़ा पानी डाल के पीसा है और थोड़ा पानी डालना है. ഞാൻ പകുതി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. और आधा पानी भी डाल के और एक बार भी अच्छे से पीसना है. നല്ലതായിട്ട് അരച്ചെടുക്കണം. ഒട്ടും തരി പാടില്ല. एकदम अच्छे से पीसना है. ഞാൻ പകുതി വെള്ളം ഒഴിച്ച് അരച്ച് കഴിഞ്ഞു. आधा पानी डाल दिया. अच्छे से पीसा है. अभी नमक डाल दे. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിനകത്ത് ഇട്ടിട്ട് കൊടുക്കാം. ഇനി ഇടാൻ പോകുന്ന മുട്ടയാണ്. 2 മുട്ട. 2 अंडा डालना है इसमें. മുട്ടയും ഉപ്പും ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചുകൊണ്ട് വരാം. ഇത് अंडा और नमक डाल के और अच्छे से पीसेंगे. മുട്ടയും ഉപ്പും ഇട്ട് ഞാൻ നല്ലതായിട്ട് മിക്സിയിൽ അടിച്ചു കഴിഞ്ഞു. अंडा और नमक डाल के अच्छे से पीसा है. നമുക്ക് ബാക്കി വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ബാക്കി पानी था वो भी डाल के और एक बार भी पीसना है. ഞാൻ മുഴുവൻ എല്ലാം അരച്ച് വെച്ച് കഴിഞ്ഞു. अच्छे से पीस के लिया है. अभी छान के लेना है. നമുക്കിതൊന്ന് അരിച്ചെടുക്കേണ്ട. ഇത്തിരി പോലും തരി പാടില്ല. അതുകൊണ്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. अच्छे से पीसना चाहिए. बाकी बिल्कुल नहीं होना चाहिए. देखिए पूरा अच्छे से पीस लिया है. നല്ലതായിട്ട് ഞാൻ അരച്ച് കഴിഞ്ഞു. इसका कंसिस्टेंसी ऐसे ही होना चाहिए. एकदम पानी जैसे വെള്ളം പോലെയാണ് ഇതിരിക്കുന്നത്. ഇതിന്ന് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഉണ്ടാക്കുന്നത് ഒരു നോൺ സ്റ്റിക്ക് പാനിലാണ് നല്ലത്. ഒരു नॉन स्टिक पैन में बनाने से अच्छा है. हम एक नॉन स्टिक पैन रखा है. वो गरम भी हो गया. ഞാനൊരു നോൺ സ്റ്റിക്ക് പാൻ വെച്ചിട്ടുണ്ട്. അത് നല്ലതായിട്ട് ചൂടായി കഴിഞ്ഞു. നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. വലിയൊരു തവിയിലാണ് എടുക്കുന്നത്. बड़ा वाला 1 चम्मच लिया है. देखिएगा ऐसे ही निकाल के डाल दीजिए. ऐसे घुमा दीजिए. ഇങ്ങനെ വേണം അപ്പം ഇരിക്കാൻ. ഈ അപ്പം പാലപ്പം പോലെയല്ല. എല്ലായിടത്തും യൂണിഫോം ആയിട്ട് കട്ടി കുറഞ്ഞിരിക്കണം. നോക്കിക്കേ, എല്ലായിടത്തും ഒരുപോലെയാണ് ഇരിക്കുന്നത്. തിക്നെസ് एक ही जैसा होना चाहिए सब तरफ. സൈഡ് से देखिए निकल गया. നമ്മുടെ സൈഡിൽ നിന്ന് ഇത് വിട്ടു വന്നിട്ടുണ്ട്. നമുക്കിത് എടുക്കാം. നമുക്കിത് മറിച്ചെടുക്കേണ്ട ആവശ്യമില്ല. നോക്കിക്കേ, ഇങ്ങനെയാണ് ഇത് എടുക്കുന്നത്. നോക്കിക്കേ, एकदम പതല है. നല്ല കട്ടി കുറഞ്ഞ നല്ല നോക്കിയേ, ഇതേപോലെ റുമാൽ പോലെ ഇരിക്കും. നമ്മുടെ റുമാൽ ജൈസേ ദിക്കേഗ. एकदम पतला होके മടക്കിയാണ് വെക്കുന്നത്. स्क्वायर ആയിട്ട്. ये स्क्वायर जैसे मोड़ के रखना है. ऐसे ही होना चाहिए. ഒരെണ്ണം കൂടെ ഉണ്ടാക്കി और एक बार भी डालेंगे. നമുക്കിങ്ങനെ ചുറ്റിച്ചു കൊടുക്കാം. ऐसे ही कर दीजिए. देखिए നമുക്ക് ഇത് എടുക്കാം. സൈഡിൽ നിന്ന് നോക്കിക്കേ, വിട്ടു വരുന്നതുണ്ടോ? साइड से निकल के आ जाएगा. നോക്കിക്കേ, ഇतना പത്തല हो जाएगा. നമുക്ക് ഇത്രയും കനം കുറഞ്ഞാണ് ഇത് ഇരിക്കുന്നത്. ഇത് എങ്ങനെയാണ് മടക്കുന്നതെന്ന് വെച്ചാൽ സൈഡിൽ നിന്ന് രണ്ടിടത്തും ഇങ്ങനെ എടുക്കുക. ऐसे मोड़ के रखता है. देखिए ഒരു പ്രാവശ്യം കൂടെ ഇട്ട് നോക്കാം. ऐसे राउंड करना है. പാലാട നമുക്ക് എടുക്കാം. കൈവച്ച് തന്നെ ഇതെടുക്കാം. എത്രയും കട്ടി കുറഞ്ഞ ഇതിരിക്കുന്നതാണ്. ऐसे ही पतला होना चाहिए. ऐसे ही सब बनाएंगे. നമുക്ക് ഇതുപോലെ എല്ലാം ഉണ്ടാക്കിയെടുക്കാം. പാലാട തന്നെ നമുക്ക് വേറൊരു തരത്തിൽ കൂടെ ഉണ്ടാക്കാം. പാലാട दूसरा टाइप भी हम बनाएंगे. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. एक पैन रखा है.
നാരിയൽ ലിയ ഹെ. നമുക്ക് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, അത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. പാനിനകത്തോട്ട് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതിനകത്തോട്ട് നമുക്ക് पंचदार ആവശ്യത്തിന് पंचदार ഇട്ട് കൊടുക്കാം. अभी इसमें हम चीनी डालते हैं. चीनी अच्छे से मेल्ट होने तक फ्राई करना है. നമ്മുടെ पंचदार നല്ലതായിട്ട് മെൽറ്റ് ആകുന്നവരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. पंचदार मेल्ट ആയി കഴിഞ്ഞു. चीनी मेल्ट हो गया. अभी डाल रहे इलायची का पाउडर. ഏലക്കയുടെ നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം. നമുക്കിത് ഓഫ് ചെയ്ത് തണുക്കാൻ വെക്കാം. ये ऑफ करके ठंडा करने के लिए रखेंगे. നമ്മുടെ തേങ്ങ पंचदार ഇട്ടത് തണുത്ത് കഴിഞ്ഞു. नारियल ठंडा हो गया. अभी और बनाएंगे പാലാട. നമുക്ക് പാലാട ഇനി ഒന്നും കൂടെ ഉണ്ടാക്കാം. നല്ലതായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പാലാട റെഡി ആയി കഴിഞ്ഞു. ഇതിലേക്ക് പാലാട रेडी हो गया. इसमें हम अभी घी डाल दें. इसका ऊपर है वो नारियल, मीठा वाला नारियल डाल दें. നമുക്ക് മധുരമുള്ള തേങ്ങ വെച്ച് കൊടുക്കാം. മടക്കി വെച്ച് കൊടുക്കാം. इसे बंद करना है. इन्हें नमक 4 वशത്തുനിന്ന് അടച്ചു കൊടുക്കുക. चारों साइड से हम लोग बंद करना है. കൊച്ചു പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. വലിയവർക്കും ഒത്തിരി ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. അടുത്ത ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ നടുക്കോട്ട് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. इसका बीच में ये डालना है. നമുക്ക് തേങ്ങയും പഞ്ചസാരയും വെച്ച് കൊടുക്കാം. नारियल चीनी डाल के रखा था वो भी रखना है. देखिए हाथ से कर दीजिए. നമ്മുടെ കൈ വെച്ച് തന്നെ നമുക്കിത് മടക്കി കൊടുക്കാം. തേങ്ങ സ്റ്റഫ് ചെയ്താണ് നമുക്കിത് എടുക്കാം. नारियल स्टफ करके रखा था और निकाल. दूसरा भी डालेंगे. നെയ്യ് ഇട്ട് കൊടുക്കാം. ഇത് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഫില്ലിങ് भी फोल्ड करेंगे. ഫില്ലിങ് വെച്ച് കഴിഞ്ഞു നമുക്ക് എടുക്കാം. നമ്മുടെ മധുരമുള്ള തേങ്ങ സ്റ്റഫ് ചെയ്ത പാലാട റെഡി ആയി കഴിഞ്ഞു. നല്ല മധുരമായിട്ട് ഇങ്ങനെ തന്നെ തിന്നാൻ ഒത്തിരി നല്ലതാണ്. मीठा वाला स्टफ्ड पालाड़ा रेडी हो गया. ऐसे खाने के लिए बहुत बढ़िया है. अभी बिना स्टफ का पालाड़ा है. ഇത് സ്റ്റഫ് ചെയ്യാത്ത പാലാടയാണ്. മുട്ടക്കറിയാണ് ഇതിൻ്റെ കൂടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഏത് കറി വെച്ച് വേണമെങ്കിലും ഈ പാലാട എല്ലാത്തിൻ്റെയും കൂടെ നല്ലതായിട്ട് ചേരുന്നതാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. बिना स्टफ वाला पालाड़ा है. इसका साथ एक करी बनाया है. चिकन और मटन कुछ भी करी का साथ भी ये बहुत बढ़िया टेस्ट है. ये जल्दी बना सकता है. प्लीज लाइक शेयर एंड सब्सक्राइब. थैंक यू फॉर वॉचिंग.